ഹലോ ഗായ്സ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇന്ന് നമ്മള് കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്നൊരു വാശിപ്പുറത്ത് നമ്മളൊരു സാധനം കൂടെ ബുക്ക് ചെയ്ത്, ഒരു ഗിയർലെസ് വണ്ടിയാണ്, ആക്സസ്. അപ്പൊ ഇന്ന് എടുക്കാൻ പോണി. ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ല ഇന്ന് വൈകിട്ട് കുളിച്ച് സുന്ദരനായിട്ട് പോകണം. അപ്പോൾ അത് ഞാൻ ഏത് കളറായിരിക്കും എടുക്കാല്? ഏ ഞാൻ ഏത് കളറായിരിക്കും എടുക്ക വണ്ടി? വണ്ടി അസീസല്ലേ? ആ, ബ്ലാക്ക് ആയിരിക്കും എടുക്കുക. ബ്ലാക്ക് ആയിരിക്കുമോ? ഉറപ്പ്. ആ, മാറ്റ് ബ്ലാക്ക് ആയിരിക്കും കേട്ടാ. അൽത്താഫേ, ഞാൻ ഏത് കളറായിരിക്കും വണ്ടി എടുക്ക? ഇന്ന് എൻ്റെ വണ്ടി കിട്ടിയാണല്ല. ഇന്ന് വണ്ടി കിട്ടുമോ? അപ്പൊ ഇന്ന് വണ്ടി കിട്ടും. എൻ്റെ മൈൻഡിലുള്ള കളർ എന്ന് പറയുന്നത് ഒരു പൂക്കി കളർ ആയിക്കോളൂ. പൂക്കിയ ആ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്താണ് നീ ഒരു പൂക്കിയായതുകൊണ്ട്. പൂക്കിയാണ് അതിന്റെ അപ്പുറത്ത് വേറെയാണ്. അല്ല, പറ കളർ പറ. എന്നാലും ഒരു മിന്ന പച്ചൊന്നും ഇല്ലല്ലേ? പച്ചയുണ്ട്. മറ്റേ ഇല്ല, മറ്റേ പച്ചയാണ്. അപ്പൊ പെണ്ണുങ്ങളുടെ പച്ചില്ലേ, എന്റെ ആ സിൽവർ ഒക്കെ തന്നെ ആ ഒരു പാറ്റേൺ. എനിക്ക് തോന്നുന്നു ആ ഒരു കളറാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മാറ്റ് ബ്ലാക്ക് എടുക്കാൻ ചാൻസ് ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറയണത് പിള്ളേര്. അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ്സ് എന്തായാലും മാറിയിട്ട് സാധനം എടുക്കാൻ പോവാ, എന്തിലാവട്ടെ. പിന്നെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടില് വണ്ടിയുടെ കേസ് പറഞ്ഞപ്പോ എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. ക്യാഷ് ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. അത് വെറുതെ വയ്ക്കണേണ്, ഇട്ട് നോക്കണേണ്. അപ്പൊ വീട്ടിലൊന്നും ആരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സർപ്രൈസ് എന്തായാലും കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇത് സെറ്റാണ്, റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അസീസ് എടുക്കാൻ പോണതല്ലേ. അപ്പൊ നമ്മള് കാർ കൊണ്ടൊന്നും പോകാൻ പാടില്ല. സ്ലാവിയ നമ്മളില്ലേ റിവീൽ ചെയ്യാനുള്ള പരിപാടിയിൽ ഇട്ടേക്കാണ്. അപ്പൊ കാറിനുള്ള ബൈക്കിന് പോകാന്ന് വിചാരിച്ച്. അതാകുമ്പോ എനിക്ക് തിരിച്ചു വരുമ്പോ എനിക്ക് കൂട്ടിനായല്ല. ഏതാണ് നമ്മള് വണ്ടി? അല്ലല്ല, ഞാൻ എടുക്കാൻ പോണ കളർ ഏതാണ്? തത്തമ്മ പച്ച. തത്തമ്മ പച്ച. ഉസ്മാൻ പച്ച. ഉറപ്പാണ്? ഉസ്മാൻ പച്ച. ഉറപ്പാണ്? ആ, ഉസ്മാൻ പച്ച ഉറപ്പാണ്. പോന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ വാ ഡിസൈനറിനൊക്കെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ അലിപ്പയ്യൻ. ആളൊക്കെ പറയണേ ഷട്ടർ അടച്ചിടാന്ന്. വണ്ടി എടുക്കല്ലേ, നമുക്ക് ഓഫീസ് അടച്ചാലാന്ന്. ഞാൻ പതിക്കേറാം. എവിടെയെന്ന് പറയും? സ്ലൈസ് നമ്മുടെ തണിക്ക. അല്ല, സ്ലൈസ് നമ്മുടെ പള്ളിത്താഴത്ത്. അൽഡ്രീമിലേക്ക് സ്ലൈസ് മാറ്റിയിട്ടുണ്ട്. പള്ളിത്താഴത്തേക്ക് അൽഡ്രീം മാറ്റിയിട്ടുണ്ട്. ശരി, മൈ മിസ്റ്റേക്ക്. എവിടെ നോവോ? അത്രയും പാടുള്ളൂ. ഫാൻസ്. അയ്യോ, കേട്ടില്ല? ഈ താടി റാസിയുടെ ആണോ? അതെ, ഞാൻ എടുത്ത് വെച്ചാണ്. പോവാ. ഞാൻ ഇവിടെ എത്തണേക്കാൾ മുമ്പ് പിള്ളേരൊക്കെ ഇവിടെ എത്തി എന്റെ വണ്ടിയുടെ കളറൊക്കെ കണ്ട്. പക്ഷെ ഞാനില്ലേ ഈ വണ്ടി എടുക്കാൻ കാരണം ഈ വ്യക്തിയാണ്. എന്നെ അപ്രോച്ച് ചെയ്തത് അങ്ങനെയാണ്. എന്നെ വീഴ്ത്തിക്കളഞ്ഞ്. മേഡം, ആള് രക്ഷയില്ല. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? ഞാൻ തന്നെയാണ് ഓട്ടിക്കണത്. പുറത്തിടൂല. കണ്ട ഇവിടെ വേറെ എന്ത് പറയാനാണ്? ഞാൻ തന്നെ പണിയെടുക്കണം. നിങ്ങളാണ് വണ്ടി തന്നെ. അതെന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യണമെന്നാണ് പറയണത്. എന്തിനാവട്ടെ, ഇതൊക്കെ പോയി. ഇതെങ്ങനെയാണ് പറ?
ഫുഡ് ട്രസ്റ്റ് മാറ്റ് 1350 പ്ലസ് ഫുട്രസ് നമ്മള് ഇൻഫ്ലുവൻസറാണ്, പണി വാളും, റീച്ച് ആവും. ഇനി നിങ്ങൾ അന്വേഷിച്ചിട്ടായിരിക്കും വരാം. ബ്രോക്കിൽ ഏത് വണ്ടിയാണ് ഇഷ്ടം കളർ? എനിക്ക് ഇഷ്ടപ്പെട്ട കളർ പേഴ്സണലി ഓക്കെ. വണ്ടി മോശമില്ലല്ലോ, മോശമില്ല. ഞാൻ പറഞ്ഞില്ലേ മാറ്റ് ബ്ലാക്ക് ആയിരിക്കണം. ചെറുതായി പോയാ ടെമ്പർ. ഞങ്ങൾക്ക് ഫൈൻ കിട്ടി ചെക്ക് ചെയ്ത്. രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഇല്ലല്ലോ, 1000 ഹൈവേ പോലീസ് 1000. ഇതില് റാസിയല്ലേ നമ്മുടെ ഫൈൻ അടക്കാൻ പോണത്. നല്ല ഹാപ്പി അല്ലേ? 1000 ഇട്ടിട്ട് വണ്ടിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കൊരു 1000ന്റെ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ്? പ്ലാറ്റിനക്ക്. ഇതിപ്പോ വന്ന വഴി ഹൈവേ പറഞ്ഞൊന്നുമില്ല, ഫോട്ടോ എടുക്കണ കണ്ട്. നിർത്തിട്ടേക്കായിരുന്നു. നബീലിനോട് ഞാൻ പറഞ്ഞേ, നബീലെ സ്ലോ ആക്കടാ. വണ്ടി എന്ന് പറയുമ്പോൾ അസീസ് 125 ആണ്. 125 cc ആണ്. 125 അല്ല, എത്രയെന്ന് അറിയാൻ പാടില്ല കേട്ടോ, കറക്റ്റ് ഉണ്ടാവില്ല. നിക്ക് നോക്കട്ടെ. ഇവിടെ സ്ഥലം കിട്ടാണ്ട് സുസൂക്കിയുടെ ഷോറൂമിൽ വന്നിട്ട് റീൽസ് ആണ്. ഊഫ്, മഹത് വ്യക്തിത്വം. എത്ര സി സി ഉണ്ട്? 124 cc. എയർ ലിക്വിഡ് കൂളല്ല, എയർ കൂൾഡാടാ, ഫ്യൂൽ ഇഞ്ചക്ടർ വണ്ടിയാണ്. അപ്പോൾ റാസിന് ഇതിലാണ് പെട്ടക്കാൻ പോണം. 20-35 പെട്ട തന്നെ പെടാ. അപ്പോൾ റാസിയുടെ ഗേൾ ഫ്രണ്ട് ഇവിടെ ഇരിക്കും, ചവിട്ടിയിരിക്കാൻ പോണം. നമ്പർ പ്ലേറ്റിനെ കൊണ്ട് പറയുകയാണെങ്കിൽ ഇതൊരു മഞ്ഞയിൽ റെഡ് ഫോണ്ട് വന്നേക്കണ നമ്പർ പ്ലേറ്റ് ആണ്. ചൂസ് ചെയ്തേക്കണത്, അതെ. പിന്നെ ബ്രാൻഡിങ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട് 2 ഒരു ടെയിൽ ലൈറ്റ് ഉണ്ട് വണ്ടിക്ക്. ഇതൊക്കെ പിന്നെ 8.3 ബ്രേക്ക് ഹോഴ്സ് പവറാണ് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ടോർക്ക് എനിക്കറിയാൻ പാടില്ല. 10.24 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. മൈലേജ് ഇത് കുറച്ചേ കുടിക്കുമെന്നാണ് കമ്പനി പറയണത്. നല്ലോണം കുടിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി വേണം ചെയ്യാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ റാസിയുടെ ഒരു ഡ്രൈവിംഗ് അനുസരിച്ച് ഇതൊരു ഇത് വരും. റാസി ഇവിടെ ചിലപ്പോൾ മറ്റേ തീൻ്റെ സ്റ്റിക്കറൊക്കെ അടിക്കും ഇവിടെ. മാടുമക്ക് പിന്നെ മിറർ രണ്ടും. ചിലപ്പോൾ ഇത് റാസി ഇവിടെ പച്ചയും ഇവിടെ മഞ്ഞയും അടിക്കും. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ നീല സ്റ്റിക്കർ അടിക്കും റാസി. ബ്ലാക്ക് സ്പ്രേ പെയിന്റ്. പിന്നെ ഇവിടെയൊക്കെ മറ്റേ പൂക്കീൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കും റാസി നമ്മുടെ. ഓക്കെ, അവിടെ അതൊക്കെ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ റാസി ഹോൺ മാറ്റും. പപ്പട പപ്പ അതാണ് റാസിയുടെ ഹോൺ. പിന്നെ റാസിയുടെ മോഡലിംഗ് ഒക്കെ ഇനി വണ്ടിയിലായിരിക്കും. ഒപ്പിട്ടിട്ട് വണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓണറായ റാസിക്കിൻ്റെ അടുത്ത് തന്നെ 2 വാക്ക് ചോദിക്കാം വണ്ടീനെ പറ്റി. റാസിക്, 2 വാക്ക്. എന്താണ്? ഒരു വാക്കായേ ഉള്ളൂ. ഹലോ. എന്താണ് വണ്ടീനെ പറ്റി എന്താ അഭിപ്രായം? വണ്ടി ഇഷ്ടപ്പെട്ട? വണ്ടി എനിക്ക് ഇഷ്ടമായി. ഈ കളർ എല്ലാവരും ശരിക്കും നോക്കിയത്. ഉസ്മാൻ ബച്ചയാണ് നോക്കിയത്. കിട്ടിയത് ഷംസുദ്ദീൻ ബ്ലാക്ക് ആണ്. ഏത് തരും ആ കളർ? ഒന്ന് കൊച്ചിക്ക് പോയതാണ്. 17 ഉണ്ട് എണ്ണീടെ. അപ്പോൾ ആ കളർ നമുക്ക് വേണ്ട, ഒഴിവാക്കി. പിന്നെ വേറെന്താണ്? വേറെ ഇതെനിക്ക് ഇഷ്ടമായി. ഇതാകുമ്പോൾ കുഴപ്പമില്ല, എന്തിലാവട്ടെ. ബ്ലാക്ക് അല്ലേ? നമ്മുടെ സ്ലാവിയ സിൽവറാണ്. സിൽവർ അല്ല, ഗ്രേ ആണ്. പരിപാടി കുറച്ചും കൂടി ഉപ്പിട്ട് കളിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് പഠിക്കട്ടെ. 4 ഉപ്പ് 4 രീതിക്കേടാ മോനെ. അത് ഒപ്പിട്ട് പഠിക്കുക. നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ സഹായിച്ച് ഏറ്റവും നല്ല രീതിക്ക് നമുക്ക് കസ്റ്റമർ സർവീസ് എന്നൊരു ചേച്ചിയുണ്ട്. ചേച്ചീൻ്റെ പേരെന്താണ് ചേച്ചി? എൻ്റെ പേര് സൂര്യ. സൂര്യ ചേച്ചിയാണ്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ രീതിയിൽ ചെയ്തു തന്നത്. ബ്രോ മൈക്ക് ഇവിടെ ദൈവത്തോർത്ത് വരരുത്. സമൂഹം സ്കൂൾ, പറവൂര് സമൂഹം സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്ത്. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞേ.
ഒന്ന് പറയാം വിളിക്കാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇങ്ങനൊന്നല്ലായിരുന്നു ആളിങ്ങനല്ലായിരുന്നു വാട്സപ്പിൽ മെസ്സേജും ചെയ്തു എന്നാ കൂടെ പുല്ലേന്ന് പറയുമ്പോൾ വിളിച്ച് അനീതിയാണത്. ഇവിടെ കൊണ്ടുവന്ന അയക്കാനാണ് എനിക്ക് കാണേണ്ടത്. റാസി പക്രുക്കാക്ക പക്രുക്കാക്ക് താങ്ക് യു. സുസുക്കിയുടെ ഷോറൂം വീക്ഷിക്കണേന്. അൽത്തു റാസിയുടെ വണ്ടീനെ പറ്റി 2 വാക്ക്. ഇത് 10 വണ്ടി. എൻ്റെ ഒരു ഒപ്പീനിയനില്ലേ ആ സിൽവർ എന്ന പോർഷൻസ് ഒക്കെ മാറ്റ് ബ്ലാക്ക് അടിക്കണം. അസീസ് എന്ന് പറഞ്ഞ തെള്ളങ്ങാൻ പാടില്ല. അത് പൊളിയാണ്. വരുന്നുണ്ടാന്ന് ഒരു വിളിച്ചപ്പോഴേക്കും ഷട്ടർ ഇട്ട് ഇറങ്ങി. ചെയ്തിട്ട് വർക്കുകൾ ക്ലോസ് ചെയ്ത് ഞാൻ വന്നിട്ട് വർക്ക് ചെയ്യാൻ എത്തുന്നമ്മ 6:15 7 മണിക്ക് എന്റെ വർക്ക് തീരും. ആലപ്പുഴയിൽ മാർക്കറ്റിങ്ങിന് ഇതിനു വേണ്ടി വന്നാണ്. അതെ മനസ്സിലായി. ഇപ്പൊ പോയി ഒരു മണിക്കൂർ അത് നീ ബാക്കിലോട്ട് 8 മണിയാവും വർക്ക് ടൈം. ഇല്ല അതൊരിക്കലും ഇല്ല. ഞാൻ കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ആ 1 മണിക്കൂർ എനിക്കത് കുറച്ച് തരണം. റാസിയുടെ ടെർമിനേറ്ററിന്റെ ഹെൽമെറ്റ് കാണിച്ചു തരാം. ചേച്ചി അവൻ തുറക്കാവോ? ടെർമിനേറ്ററിന്റെ ഹെൽമെറ്റ് കാണിച്ചു തരാം. ഇപ്പോഴും പഠിച്ചില്ലേ തുറക്കാനായിട്ട്? പ്രാവശ്യം ചെയ്തല്ലേ ചെയ്തോ? ഇത് ഇനി റാസിയുടെ ഇപ്പോഴും ഞാൻ മൂടിയിട്ട കറുപ്പ് വണ്ടിയുടെ കളർ ഏതാ? മാറ്റ് ബ്ലാക്ക്. ഉറപ്പാണ്. ഗ്രീൻ ആയിട്ടാ തോന്നുന്നത്. റെഡ് സ്നാപ്പ് എൻ്റെ ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞേട്ടാ. എടാ ആരെങ്കിലും സ്നാപ്പ് ഉണ്ടെങ്കിൽ ഇട്ടടാ. ചും ചും ടാനാവോ. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ക്ലിപ്പ് ചെയ്തോ. പഠിച്ചോനെ കാത്തോളി യാതൊരു ഇങ്ങനെ ഉണ്ടാക്കല്ലേ. താങ്ക് യു. എടുക്കാല്ലേ? റിവ്യൂ ഇട്ടരാ. ഇത് കുറച്ച് പോട്ടെ കല്ലി റിവ്യൂ ഇട്ട് കൊടുത്തേക്കാട്ടെ. റിവ്യൂ ഒക്കെ ഇട്ട് കൊടുത്തേക്കാം. ഇത് ഇറക്കി തന്നെ തെന്നി കളിക്കുമല്ലെങ്കിൽ. ചെറിയ വണ്ടി വിട്ടു വന്ന എന്തിനാ? മതി ഓക്കെ. അപ്പൊ ശരി ബൈ. പോണ് എമൗണ്ടിലെന്തെങ്കിലും ചെയ്യാനില്ലല്ലോ. പ്രമോഷനൊക്കെ ചെയ്യായിരുന്നു. ഇനി ഒരു പ്രമോഷനും ഇല്ല. പെട്രോൾ ടാങ്ക് റൈറ്റിലോട്ടല്ലേ? പ്രസ് ചെയ്തിട്ട് റൈറ്റിലോട്ടാക്കണം. അത്രയല്ലേ ഉള്ളൂ. ഇല്ല ടൈറ്റാളാ വാപ്പിച്ചി. ഇങ്ങനെയൊക്കെ എടുക്കണം. എന്താണ് വാപ്പിച്ചി വാപ്പിലുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ്. നമ്മള് പറവൂര് ഒരു കിലോമീറ്റർ അടുത്തുള്ളൂ. അപ്പൊ അർജന്റ് ഉണ്ട്, ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാണ്. നോക്കാം, റിയാക്ഷൻ നോക്കാം നമുക്ക് എങ്ങനെയാന്ന്. അടിപൊളി സാധനം, സൂപ്പറാണല്ലോ. എനിക്കറിയാം ഉമ്മിച്ചി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇന്ന് വരുമെന്ന്. ഉമ്മിച്ചി വണ്ടിയുടെ അവൻ നോക്കിയോ വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു. കിടുക്കാച്ചി സാധനം ഉള്ളടാ, അടിപൊളി കളറ്.
മിണ്ടലട്ടെ ഗൈസ്, മിണ്ടലട്ട. കുപ്പായം മാറ്റിയിട്ട് ആള് വരും കേട്ടാ. ആള് നിസ്കാരത്തില് ഇങ്ങനെ ഒന്നും വരുമൊന്നുമില്ല, വീഡിയോ ഒക്കെ എടുക്കല്ലേ. ഒന്നുകൂടി ഞങ്ങൾക്ക് കാണാം. വണ്ടി കുട്ടപ്പനായിട്ടുണ്ടല്ലേ. ഇപ്പൊ മഴയത്ത് വെള്ളമൊക്കെ കൊണ്ട് ഇവിടെയൊക്കെ തെറിച്ച് ഇടച്ചിളിയായി. എന്താണ് എന്താണ് ഇതാണ് വരാതിരുന്നു ഇത്ര നേരം വിളിച്ചിട്ട്. കൊള്ളാം, കളർ എങ്ങനെയുണ്ട്? നല്ലാണ്. എന്താ പറയാത്ത? എന്ത് പറയാനാ, നിങ്ങളെ ഇഷ്ടത്തിന് കളറ് സെലക്ട് ചെയ്തതിന്. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കുഴപ്പമില്ല, നല്ലാണ്. സന്തോഷില്ലേ? സന്തോഷം കുറവൊന്നുമില്ല. പിന്നെ ഇത് പച്ചല്ലല്ല പറഞ്ഞേക്കണ്ട. റാസി അസീസ് എടുക്ക്, അങ്ങോട്ട് കാലിക്കട്ട് വന്ന് ഡ്രൈവ് ചെയ്യാന്ന്. എപ്പഴാ പോണോ? എപ്പഴാ പോണോ? ഇംപ്രഷൻ കളഞ്ഞ റാസി പച്ചിരുന്ന് ചിരിച്ചിട്ട് ഉസ്മാൻ പച്ചയായിരുന്നു. ഇതിപ്പോ നല്ല അറബിയുടെ അറബിയുടെ മീറ്റർ എങ്ങനെ കിട്ടും ഇതില്? പിന്നെ വൈറ്റ് ലൈറ്റ് ഇത് കളർ ചേഞ്ചിങ് RGB വരും. പിന്നെ ഇവിടെ ഇത് കിറ്റ് മാറും. പിന്നെ ഇന്തോനേഷ്യൻ സ്പെക്ക് വണ്ടി എഞ്ചിൻ കവർ ട്രാൻസ്പെറന്റ് ആക്കാൻ. റാസി ഇവിടെ നീലാക്കണോട്ടാ. പച്ചക്ക് ഞാൻ ഇപ്പൊ മാറ്റിയാന്നറിയോ? എല്ലാവരും ഞാൻ പറ്റിച്ചേക്കായിരുന്നു പച്ചയെന്ന് പറഞ്ഞു. ബ്ലാക്ക് ആണെന്ന് പറയാൻ ചെയ്തു. ഇല്ല, അപ്പൊ എന്താണ് അവരുടെ ഡൗട്ടായി, ഈ ബ്ലാക്ക് ആണ് പച്ചയാണ്. ഇതൊക്കെ നമുക്ക് ബ്ലാക്ക് ആക്കിയല്ലേ? ഇത് നമുക്ക് ബ്ലാക്ക് ആക്കാം. ഡീക്രോമയാണ്. ബാ റൈഡ് പോയിട്ട് വരാം. എവിടെ കൊണ്ട് അങ്ങനെ ചുമ്മാ അറിയിട്ട് വരാം. കുഴപ്പമില്ല, ഞാനൊന്നൊക്കെ അറിയിട്ട് വരാട്ടോ. ഇതിലോടിക്കാനല്ല, കുറച്ചാളേ ഈ വണ്ടിയാവുമ്പോ എഞ്ചിനൊക്കെ സെറ്റാവണം. ഇതിന്റെ എഞ്ചിന്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമ്മ കൈ കൊടുക്കാൻ പോകും. അല്ലെങ്കിൽ ഒച്ചപ്പാട് വരും. അല്ല, ഒരു 7 സർവീസ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മ കാലിക്കട്ട് എനിക്ക് അതാണ് അറിയട്ടെ. ഏതിലും ഞായറാഴ്ച ഫ്രീ ആണ്. നമ്മ ഇവിടെ നിന്ന് വിടുന്നു, നേരെ കോഴിക്കോട് പോകുന്നു. ഉച്ചക്ക് അവിടെ നിന്ന് പാരഗൈഡിങ് കഴിക്കണോ, മറ്റേ പാരഗൈഡ് അല്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റേ എവിടെയെങ്കിലും കഴിക്കാം. എവിടെന്നെങ്കിലും ഫുഡ് നല്ല കഴിക്കുന്നു, ബീച്ചിൽ ഇറങ്ങുന്നു, റിട്ടേൺ പോകുന്നു. സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ, ആഫ്റ്റർ ലോങ് കുറേ നാൾക്ക് ശേഷം വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി സൂപ്പർ. ഹെൽമെറ്റ് വാങ്ങിച്ചോ? ഹെൽമെറ്റ് മേടിക്കണോ? ഹെൽമെറ്റ് പറഞ്ഞാൽ പെട്ടെന്നൊക്കെ നോക്കട്ടെ. പയ്യണ വണ്ടി എന്ന് പറയണം. ഒരു മറ്റേ സ്പെക്കും വാങ്ങിച്ചോ? നൈറ്റ് സ്പെക്കറും അങ്ങനത്തെ ഒരു ഹെൽമെറ്റാണ് കണ്ടേക്കുന്നത്. അല്ല, മറ്റേ ടൈപ്പ് മേഫോഴ്സ് ടൈപ്പ് ഒരു സാധനം മനസ്സിലായി. ആ സാധനം നോക്കിയേക്കണം. വേണൊരു കൂട്ടും വാങ്ങിച്ചോ? ഞാൻ ആരെല്ലാം കളക്ഷൻ എടുക്കാൻ പോണം. സെറ്റായി, വണ്ടി സെറ്റായി. കമ്പനിക്ക് വണ്ടി. വൈൻഡപ്പ് ചെയ്യാൻ. അസ്സലാമു അലൈക്കും, ഗുഡ് ബൈ. ഇവനൊന്നും തുടങ്ങിയില്ല. എവിടെ ചെളി? ഉള്ളിൽ കയറ്റി വെക്കണ. അന്ന് റൂമിൽ വെച്ചിട്ട് വീഡിയോ എടുത്താൽ മതിയാ. ടയർ തുടക്കാനുള്ള സാധനം എടുത്താ എപ്പോഴും ഇവിടെ ഇത് മറ്റേ ആ ബാഗ് എടുത്ത് വന്നിട്ട് ഇവിടെ കയറ്റി വെക്കാനുള്ള സാധനം വെക്കണം. ഇവിടെയൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി നേരെ അങ്ങാടി കയറ്റി വെക്കും. അതുപോലെ അൽഹംദുലില്ലാ.
ഒരു ഫേം തുടങ്ങി സന്തോഷമായിട്ട് ഒരു പുതിയ വണ്ടി എടുത്ത് വെച്ചടി കല്യാണം 2 കൊല്ലം വേണോടാ. അത് സംഭവം ആദ്യം വണ്ടി വാങ്ങിക്കാൻ കല്യാണം ഇല്ലില്ല, അടുത്തത് മറ്റേ ബുക്ക് ചെയ്ത വൈഫിന് വേണ്ടിയുള്ളതാണ്. ഇഷ്ടാണത്. ഇപ്പൊ പറയല്ലേ കോളേജിലൊക്കെ പോയി ഇടക്ക് ബസ്സില് പോവാൻ പറ്റൂല. അപ്പൊ റാഷി ബൈക്കാർന്ന്, റാഷി ബൈക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പൊ ആ വ്ലോഗ് ഉണ്ട്, പെണ്ണിന് ബൈക്ക് കൈമാറുന്ന വ്ലോഗ് ഉണ്ട്. എടാ അവള് ലേണേഴ്സ് എന്തോ എടുത്ത് അപ്പൊ തന്നെ വാങ്ങിച്ച്. നിങ്ങൾ ഈ നമ്പർ ചെക്ക് ചെയ്ത് നോക്കി ആരുടെ പേരിലാന്ന്. അപ്പൊ ശരി. അപ്പൊ ഇന്നത്തെ പരിപാടി വേറെ കൂടുതലൊന്നുമില്ല. അസ്സലാമു അലൈക്കും, ബൈ ബൈ. അപ്പൊ ഇന്നത്തെ പരിപാടി ബൈ.